സമൂഹമാധ്യമങ്ങളിൽ നിന്നും മോദി കാ പരിവാർ ഒഴിവാക്കണമെന്ന അഭ്യർത്ഥനയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ബിജെപി നേതാക്കളോടും പ്രവർത്തകരോടും മോദിയുടെ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെയുള്ള മന്ത്രിസഭാ രൂപീകരണത്തിൽ വിമർശനവുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു. നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ കുടുംബാധിപത്യമാണ് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം. ഇതിനു പിന്നാലെയാണ് മോദിയുടെ ആഹ്വാനം വരുന്നത്. എന്നോടുള്ള സ്നേഹത്തിന്റെ അടയാളമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൂടെ ഇന്ത്യയിലുടനീളമുള്ള നിരവധി ആളുകൾ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ മോദി കാ പരിവാർ ചേർത്തു. അത് എനിക്ക് ഒരുപാട് ശക്തി പകർന്നു. ഇന്ത്യയിലെ ജനങ്ങൾ തുടർച്ചയായ മൂന്നാം തവണയും എൻഡിഎക്ക് ഭൂരിപക്ഷം നൽകി. റെക്കോർഡ് ഇട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്കായി പ്രവർത്തിക്കാൻ നമുക്ക് ജനങ്ങൾ അധികാരം നൽകി. നമ്മളെല്ലാവരും ഒരു കുടുംബം എന്ന സന്ദേശം ഫലപ്രദമായി കൈമാറിയതിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് മോദി കാ പരിവാർ എന്നത് നീക്കം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രദർശിപ്പിക്കുന്ന പേര് മാറിയേക്കാം. എന്നാൽ ഇന്ത്യയുടെ പുരോഗതിക്കായി പരിശ്രമിക്കുന്ന ഒരു പരിവാർ എന്ന നിലയിലുള്ള ഞങ്ങളുടെ ബന്ധം ശക്തവും അഭേദ്യവുമായി തുടരും എന്നാണ് മോദിയുടെ കുറിപ്പ്. കുടുംബമില്ലാത്തതിനാൽ മോദിക്ക് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവില്ലെന്ന RJD അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവിന്റെ വിമർശനത്തിന് മറുപടിയായിരുന്നു പ്രധാനമന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് BJPയുടെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ആരംഭിച്ചത്. മോദി കുടുംബാധിപത്യ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മോദിക്ക് ഒരു കുഞ്ഞു പോയിട്ടൊരു കുടുംബം തന്നെ ഇല്ലെന്നായിരുന്നു തേജസ്വി യാദവിന്റെ ജൻവിശ്വാസ് യാത്രയിൽ ലാലുവിന്റെ വിമർശനം. മോദി യഥാർത്ഥ ഹിന്ദുവല്ലെന്നും അമ്മ മരിച്ച ദിവസം അദ്ദേഹം തലമുടി കളഞ്ഞില്ലെന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു. പ്രമുഖ BJP നേതാക്കളെല്ലാം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ യൂസർ നെയിം എഡിറ്റ് ചെയ്ത് മോദി കാ പരിവാർ എന്ന് ചേർക്കുകയായിരുന്നു. പിന്നീട് അമിത്ഷാ, JP നദ്ദ എന്നിവർ മോദി പരിവാർ എന്ന യൂസർ നെയിം മാറ്റി ക്യാമ്പയിന് തുടക്കമിട്ടപ്പോൾ കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, കിരൺ റിജിജു, ജ്യോതിരാദിത്യ സിന്ധ്യ, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഉൾപ്പെടെയുള്ളവർ യൂസർ നെയിമിൽ മോദി കാ പരിവാർ എന്ന് ചേർത്ത് ഐക്യദാർഢ്യം അറിയിച്ച് രംഗത്തെത്തുകയായിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപും സമാനമായൊരു ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ കേന്ദ്രമന്ത്രിമാരും BJP നേതാക്കളുമെല്ലാം മേ ബി ചൌക്കിദാർ ഹൂം എന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ചുള്ള ക്യാമ്പയിന്റെ ഭാഗമാവുകയായിരുന്നു അന്ന്. റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്കു പിന്നാലെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ ചൌക്കിദാർ ചോർ ഹെ പരാമർശമായിരുന്നു ഇതിനു പ്രകോപനമായത്. അതേസമയം കുടുംബവാഴ്ചയെന്ന് മറ്റുള്ളവരെ വിമർശിക്കുന്ന പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം മന്ത്രിസഭ കുടുംബ കൂട്ടായ്മയാണെന്നാണ് കോൺഗ്രസ് MP രാഹുൽ ഗാന്ധിയുടെ വിമർശനം. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് മോദി എന്ന് വിളിക്കുന്നതെന്നായിരുന്നു കഴിഞ്ഞ ദിവസം അധികാരമേറ്റ 20 മന്ത്രിമാരുടെ പട്ടിക പങ്കുവച്ച് രാഹുൽ എക്സിൽ കുറിച്ചത്. HD കുമാരസ്വാമി, മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയുടെ മകൻ; ജ്യോതിരാദിത്യ സിന്ധ്യ, മുൻ കേന്ദ്രമന്ത്രി മാധവറാവു സിന്ധ്യയുടെ മകൻ; കിരൺ റിജിജു, അരുണാചലിലെ ആദ്യ പ്രോടേം സ്പീക്കർ റിഞ്ചിൻ ഗാരുവിന്റെ മകൻ; JP നഡ്ഡ, മധ്യപ്രദേശിലെ മുൻ മുഖ്യമന്ത്രി ജയശ്രീ ബാനർജിയുടെ മരുമകൻ; ചിരാഗ് പസ്വാൻ, മുൻ കേന്ദ്രമന്ത്രി രാംവിലാസ് പസ്വാന്റെ മകൻ; റാവു ഇന്ദർജിത് സിംഗ്, ഹരിയാന മുൻ മുഖ്യമന്ത്രി റാവു ബീരേന്ദ്ര സിംഗിന്റെ മകൻ; പീയൂഷ് ഗോയൽ, മുൻ കേന്ദ്രമന്ത്രി വേദ് പ്രകാശ് ഗോയലിന്റെ മകൻ; ധർമ്മേന്ദ്ര പ്രധാൻ, മുൻ കേന്ദ്രമന്ത്രി ദേവേന്ദ്ര പ്രധാന്റെ മകൻ എന്നിവരുൾപ്പെടെ മന്ത്രിസഭയിലുണ്ടെന്ന് രാഹുൽ ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികളും കുടുംബവാഴ്ചയ്ക്കാണ് പ്രാധാന്യം നൽകുന്നതെന്ന മോദിയുടെ വാദത്തിന് മറുപടിയുമായിരുന്നു രാഹുൽ രംഗത്തെത്തിയത്.